ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു XYLEM ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക. അത് പഠിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും, റെക്കോർഡഡ് വീഡിയോസ് ആയിക്കോട്ടെ, ലൈവ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ആയിക്കോട്ടെ, എല്ലാം ഇനി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമായിരിക്കും. ഓൾറെഡി നമ്മളുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കോണ്ടന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ഒരു ത്രികോണത്തിന്റെ കേസിൽ നമുക്കിവിടെ ഒരു ത്രികോണം കാണാം അല്ലെ. മനോഹരമായ ഒരു ത്രികോണം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കോണ് 40 ഡിഗ്രിയാണ്, മറ്റൊരു കോൺ 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്രയാണ്? വളരെ രസകരമായിട്ടൊരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയും. കാരണം എന്താണ്? ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 180 ഡിഗ്രിയാണ്. ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിയാൽ നമുക്ക് കിട്ടുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 2 കോണുകൾ തന്നിട്ടുണ്ട്. ഒന്ന് 40 ഡിഗ്രിയാണ്, മറ്റൊന്ന് 50 ഡിഗ്രിയാണ്. മൂന്നാമത്തെ കോൺ എത്രയായിരിക്കണം? കൂട്ടിയാൽ 180 കിട്ടണമെങ്കിൽ 40ഉം 50ഉം കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് 90 എന്ന് കിട്ടും. 90നോട് എന്ത് കൂടെ കൂട്ടിയാലാണ്, എത്ര കൂടെ കൂട്ടിയാലാണ് നിങ്ങൾക്ക് 180 കിട്ടുക? 90നോട് 90 കൂട്ടണം, ശരിയല്ലേ? 90നോട് 90 ഡിഗ്രി കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് 180 കിട്ടുക. ആ 90 എങ്ങനെ കിട്ടും? 180ൽ നിന്ന് ഈ 40ഉം 50ഉം കൂട്ടിയാലുള്ള 90 കുറച്ചാൽ നിങ്ങൾക്ക് 90 ഡിഗ്രി എന്ന് മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? അടുത്ത നോക്ക്, ഒരു കോണ് 120 ഡിഗ്രിയാണ്, മറ്റൊരു കോൺ 20 ഡിഗ്രിയാണ്. മൂന്നാമത്തെ കോൺ എത്രയാണ്? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 120ഉം 30ഉം കൂട്ടുക. 120ഉം 20ഉം കൂട്ടിയാൽ 140 ഡിഗ്രി, ശരിയല്ലേ? മൂന്നാമത്തെ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കും? 180ൽ നിന്ന് 140 കുറയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 40 ഡിഗ്രി. സിമ്പിൾ അല്ലേ? 40 ഡിഗ്രിയാണ് ഇവിടെ മൂന്നാമത്തെ കോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ത്രികോണത്തിന്റെ, ഇവിടെ തന്നിട്ടുള്ള ത്രികോണത്തിന്റെ ഒരു കോൺ 50 ഡിഗ്രിയാണ്, മറ്റൊരു കോൺ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോണ് എത്രയാണ്? കണ്ടുപിടിച്ചൂടെ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. അത് നിങ്ങൾ സ്വയം ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്താക്കണം? എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി എന്ന കാര്യം മറന്നു പോകരുത്. അത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള, ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. എൻ്റെ പേര് ആദർശ് എന്നാണ്, മറന്നു പോകേണ്ട.